എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നേക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഇന്നലെ അല്ലായിരുന്നു, ജൂലൈ ആയി. അതായത് ഈ വർഷത്തിൻ്റെ പകുതി നമ്മൾ ജീവിച്ച് തീർത്തു. എന്ത് നേടി, എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചത്, എത്ര വേഗമാണ് കാര്യങ്ങൾ, ദിവസങ്ങളും ഒക്കെ കഴിഞ്ഞു പോയെന്ന് ഒരു ചെറിയ പിന്നോട്ട് നോക്ക് ചെയ്യണം. എന്താണ് നടന്നത് ഈ ഒരു 6 മാസത്തിൽ? അപ്പം ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ ഒരു മാസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഉപയോഗിച്ച കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ കാണിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഉപയോഗിച്ചതിൽ ഓരോരോ കാറ്റഗറിയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റ്, അതാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ സ്കിൻ കെയർ അങ്ങനത്തെ പ്രെപ്പ് വർക്ക് ചെയ്തിട്ടുള്ള സാധനമൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. മേക്കപ്പ് ലൈക്ക് ബേസ് തുടങ്ങി എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം പ്രൈമർ വരെയുള്ള കാര്യങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ട് മേക്കപ്പ് മുതൽ, അതായത് ഫൗണ്ടേഷൻ മുതൽ ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫൗണ്ടേഷൻ അല്ല, ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന സ്കിൻ ടിൻറ്റ് ഇല്ലെങ്കിൽ BB ക്രീം, അങ്ങനെ ടിൻറ്റഡ് ആയിട്ടുള്ള കാര്യം. അതായത് കൂടുതൽ ഹെവി ആയിട്ടും ആവാൻ പാടില്ല, പക്ഷെ കാര്യത്തിന് നമുക്ക് വർക്കാവുന്ന സാധനങ്ങൾ. എന്ന് കരുതി ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നില്ല എന്നല്ല, ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കളർ ബാറിൻ്റെ 24 hour വെയ്റ്റ്ലെസ് ലിക്വിഡ് ഫൗണ്ടേഷൻ. ഇത് ഫൗണ്ടേഷൻ്റെ അത്രയും തിക്കല്ല, കുറച്ച് ലൈറ്റാണ്. അതായത് സ്കിൻ ടിൻറ്റിൻ്റെ എഫക്റ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ്. ഒരു കോലം, ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഒരു 2-3 പമ്പേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും, ഇത് തീരുമല്ലേ, അപ്പം നിങ്ങൾ വീണ്ടും വാങ്ങിക്കുമോ എന്ന്. ഇപ്പോൾ ഞാനിത് മേടിക്കത്തില്ല, കാരണം എൻ്റെ കയ്യിൽ വേറെ കുറച്ച് ഫൗണ്ടേഷനുണ്ട് തീർക്കണമെന്ന് വിചാരിച്ച് വെച്ചേക്കുന്നത്. അത് തീർന്നു കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഇതിപ്പോഴും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വാങ്ങിക്കുന്നതായിരിക്കും. ലൈറ്റ് വെയ്റ്റ് ആണ്, ഈസിലി ബ്ലെൻഡബിൾ ആണ്, ഡ്രൈയിങ് ആയിട്ട് തോന്നത്തില്ല. ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ അല്ലെങ്കിൽ BB ക്രീം എന്താണേലും ഞാൻ ഒരു ലിക്വിഡ് ലൂമിനൈസർ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ക്രീം, അങ്ങനെ എന്തെങ്കിലും ഒന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടായിരിക്കും ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എടുത്തിട്ടില്ല. അത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൽ പറയാം. അപ്പോൾ ആദ്യം ഫൗണ്ടേഷനായിട്ട് കളർ ബാറിൻ്റെ ഫൗണ്ടേഷനാണ് ആദ്യത്തെ ആൾ. പിന്നെ രണ്ടാമത്തേത് ഒബ്വിയസ്ലി കൺസീലർ ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. കൺസീലറിനായിട്ട് എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ പല കൺസീലർ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള, എനിക്ക് വിചാരിച്ചു ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് പറയുന്നതായിരിക്കും നിങ്ങൾക്കും കൂടുതൽ ഉപയോഗപ്രദം. എനിക്കൊന്ന് മിക്കവരും ഉപയോഗിച്ചിട്ടുള്ള ഒരു കൺസീലറാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇത് LA ഗേളിൻ്റെ പ്രോ കൺസീൽ, അതാണ് സംഭവം. ഷെയ്ഡ് എനിക്കിപ്പോൾ കാണുന്നില്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇത് പമ്പാണ്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. അപ്പം നമുക്ക് സാധനം എടുക്കാൻ, പുറത്തെടുക്കാൻ നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ അതുപോലെ ഇങ്ങനെ അമർത്തി പിടിച്ച് സർഫസ് കളിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആപ്ലിക്കേറ്ററാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നക്കാരൻ. എത്രമാത്രം പ്രോഡക്റ്റ് നമ്മൾക്ക് വേണമെന്നുള്ളതിന് ഒരു കൺട്രോള്, ചിലപ്പോൾ ഇത് അമർത്തി കൂടുതൽ, ആവശ്യത്തിൽ കൂടുതൽ പുറത്ത് വരും. പിന്നെ അത് ബ്ലെൻഡ് ചെയ്ത് നേരെയാക്കാൻ ഒരു പണിയാണ്. പക്ഷേ അടിപൊളി സാധനമാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, അങ്ങനെ ക്രീസ് ഒന്നും ആവത്തില്ല, വേഗം ബ്ലെൻഡ് ചെയ്ത് വിടാം.
നല്ലതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് നല്ല രീതിക്ക് ഡാർക്ക് സർക്കിളുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഒരു കളർ കറക്റ്ററുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. കളർ കറക്റ്ററും ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ, ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മറന്നുപോയെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ച അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാക്കി ഒരു പാർട്ട് 2 ആയിട്ട് അത് ചെയ്യും. അപ്പോൾ അതാണ് LA Girlന്റെ കൺസീലർ. ഇത് നല്ലതാണ്. ഹോപ്പിംഗ് ദാറ്റ് ഇതിൻ്റെ പാക്കേജിങ് അവർ ചേഞ്ച് ചെയ്യുമെന്ന്. അതർവൈസ് എൻ്റെ ഉള്ളിലുള്ള സാധനം അടിപൊളിയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ ഞാൻ എന്നാ വിചാരിച്ചു, ഓക്കെ, സെറ്റിംഗ് പൗഡർ അല്ല ഇത്, പൗഡർ ഞാൻ മിക്കവാറും സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പൗഡറാണ്. ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല, സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ എന്ന് പറയുന്നത് ഈ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പെർഫെക്റ്റിംഗ് പൗഡറാണ്. ഇത് മീഡിയം പ്ലസ് എന്ന് പറയുന്ന ഷെയ്ഡ്. അപ്പോൾ ഇത് നല്ലതാണ്. ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇടും. അപ്പം നമുക്ക് വേണ്ട ഏരിയ, ലൈക്ക് എസ്പെഷ്യലി ദ ടീ സോൺ, പിന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഞാൻ ഇത് മെയിൻലി ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ്. ഇത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തീരാനായി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയുന്നില്ല. അപ്പം വേഗം ഇത് തീർത്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതാണ് പൗഡറൊക്കെ. ഇപ്പം നമ്മുടെ ബേസ് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ബ്രോൺസറിനെ പറ്റി സംസാരിക്കാം. ബ്രോൺസറിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇപ്രാവശ്യം ഡിയോറിൻ്റെ ബ്രോൺസറാണ്. ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ്. ഇത് ക്രീം ബ്രോൺസറാണ്. ഷെയ്ഡ് ഒരു ചോക്ലേറ്റ് ബ്രൗൺ. ഈ ഷെയ്ഡിൻ്റെ ഒക്കെ ലിപ്സ്റ്റിക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ എല്ലാം പാക്കേജിങ് കുറച്ച് പൊട്ടിയൊക്കെ പോയി. ഇത് ഡിയോർ ബാക്ക് സ്റ്റേജ് ഫേസ് ആൻഡ് ബോഡി പൗഡറിങ് നോ പൗഡർ. ഞാനിത് ബ്രോൺസറായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഇതിൻ്റെ ഷെയ്ഡ് അങ്ങനത്തെ ഒരു കോണ്ടൂർ അല്ലെങ്കിൽ നമുക്ക് ബ്രോൺസിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഷെയ്ഡാണ്. അപ്പോൾ ഡിയോറിൻ്റെ ഈ പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. പക്ഷേ കിട്ടിയത് ഞാൻ എൻ്റെ മണ്ടത്തരത്തിന് സെലക്ട് ചെയ്തത് ഇതാ. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇതിനെ നമുക്ക് ബ്രോൺസറായിട്ട് അങ്ങ് ഉപയോഗിക്കാം. നമ്മളല്ലേ ഉപയോഗിക്കുന്നത്, ആരും വന്ന് ചോദിക്കാൻ പോകുന്നില്ലല്ലേ ഏതാണ് ഈ ബ്രോൺസിങ് തന്നെയാണോ ഉപയോഗിച്ചത്, വേറെ എന്തെങ്കിലും ആണോ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ അതായി. പിന്നെ അടുത്തത്, ഇത് കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് പാക്കേജിങ് കണ്ടാലറിയാം. ഇത് മേക്കപ്പ് ബൈ മാരിയോ. ഇതിവിടെ കിട്ടുന്നില്ല. ഈ ബ്രാൻഡ് നമുക്ക് പുറത്ത് US കിട്ടത്തുള്ളൂ. ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യത്തും കിട്ടും. അപ്പം അതിൻ്റെ ക്രീം ബ്ലഷാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ബ്രഷ് ഞാനങ്ങനെ ഉപയോഗിക്കത്തില്ല. എനിക്ക് വലിയ പിടുത്തമില്ല. ഗതി കെട്ടാൽ മാത്രമേ ഞാൻ എൻ്റെ കയ്യിൽ ബ്ലഷിൻ്റെ ബ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ബ്രഷ് ഉപയോഗിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ട്രാവലിങ്ങിനൊക്കെ ഉപയോഗപ്രദമാണ്. നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. ബ്ലഷിൻ്റെ ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് സ്വാച്ച് ചെയ്യാം. ഇത് വിചാരിക്കും എൻ്റെ സ്കിൻ ടോണിന് ഇത് ചേരുമായിരിക്കുമോ എന്നുള്ള സംശയം ഉണ്ടാവാം. ഇത് വലിയ പ്രശ്നമില്ലാത്ത ഷെയ്ഡാണ്. ബ്ലെൻഡ് ചെയ്യുമ്പം വളരെ മൈൽഡായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡായിട്ട് ഇത് മാറും. അപ്പം പൗഡറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും. എനിക്ക് ഇവരുടെ ഈ ബ്ലഷ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ മേളിലൊരു സെറ്റിംഗ് പൗഡർ വെച്ചും കൂടെ ഒന്ന് ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കാണാൻ പോലും ഇല്ല. സോ ഒരു ഫ്ലഷ്ഡ് ലുക്ക് തരാവുന്ന നല്ല പ്രോഡക്റ്റാണ് മേക്കപ്പ് ബൈ മാരിയോ. എക്സ്പെൻസീവാണ്, അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം.
പിന്നെ മേക്കപ്പ് ബൈ മരോട് ഇപ്പം എൻ്റെ കയ്യിലില്ല. അതിന് മുമ്പ് ഞാൻ ഒരു ബ്രോൺസിങ് സ്റ്റിക്കും ഉണ്ട് അവർക്ക്. പക്ഷെ അത് എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അഴുക്കായി. ഇപ്പം അതിൻ്റെ മണമൊക്കെ വേറെ ചേഞ്ചായി. അപ്പം എനിക്കത് കളയേണ്ടി വന്നു. അപ്പോൾ അതെന്താണ് അതിനങ്ങനെ സംഭവിച്ചു. വാങ്ങിച്ചിട്ട് ഒത്തിരി നാളും ആയില്ല. പക്ഷെ എന്തുകൊണ്ടോ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അപ്പം അത് കളഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇങ്ങനെ ബ്ലഷ് കഴിഞ്ഞു. പിന്നെ ഹൈലൈറ്റർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഫീസിൽ നിന്ന് ഫുൾ മേക്കപ്പ് ആയിട്ടാണ് പോകുന്നത്. എനിക്ക് ഓഫീസിൽ പോകാനുള്ള എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് മേക്കപ്പ് ഇട്ടത് പോകാം. ഒരു ജീവൻ എൻ്റെ മുഖത്ത് തോന്നിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് മേക്കപ്പ് ഇട്ടിട്ട് ഓഫീസിൽ പോകാമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ. ഓക്കെ, ഞാനിവിടെ എടുത്തേക്കുന്നത് നിക്സിൻ്റെ ബോൺ ടു ഗ്ലോ ലിക്വിഡ് ഇലുമിനേറ്റർ. ഇതാണ് പാക്കേജിങ്. ഇത് ഏത് ഷെയ്ഡൊന്നും കാണുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ. അങ്ങനെ ആപ്ലിക്കേറ്റർ അല്ല, ഒരു സാധാ ഒരു ട്യൂബ്. ഓക്കെ, ഇതിൻ്റെ എങ്ങനെയാണ് ഞാൻ ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടാം. ലൈറ്റ് ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ഗ്ലോ തരും. അതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഇപ്പം മുഖത്ത് ഈ കുരുക്കളോ ഇതൊക്കെ ഉള്ള പോൾസൊക്കെ എടുത്ത് കാണിക്കുമെന്ന്. അത് എടുത്ത് കാണിക്കും. പക്ഷേ ഞാൻ കൂടുതലും കുറച്ച് ഈ കണ്ണിൻ്റെ താഴെ ആയിട്ട് ഇങ്ങോട്ട് എത്തിക്കത്തില്ല. ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വിടും. പിന്നെ മൂക്കിലും ഇത് ഇലുമിനേറ്റർ. അതപ്പോൾ ഇങ്ങനെയാണ് ഇലുമിനേറ്ററിൻ്റെ കഥ. അപ്പോൾ അതാണ്. ഇതെന്തായിരുന്നു? ഹൈലൈറ്റർ. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഷാഡോ. എൻ്റെ പ്രാണന്. എനിക്ക് ചെറിയൊരു കളക്ഷനുണ്ട്. ഈ പല ബ്രാൻഡിൻ്റെ ഒക്കെ ഉള്ള ഒരു ചെറിയ കളക്ഷൻ. അപ്പം ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നത് US-ലൊക്കെ ഈ മേക്കപ്പ് പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, അവരൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡ് എന്നാണ് ഞാൻ ഇതിനെപ്പറ്റി പൊതുവേ കേട്ടിട്ടുള്ളത്. അപ്പം ഇതെന്താ ഇത്ര പറയാനുള്ളത്, ഇവർക്ക് ഇത്ര എന്താണെന്നുള്ളത് ഒരു ആകാംക്ഷയിൽ വാങ്ങിച്ച ബ്രാൻഡാണ് ഇത്. വിസിയാർട്ടിൻ്റെ പ്രൊഫഷണൽ മേക്കപ്പ് പാലറ്റാണ് ഇത്. ഇവിടെ കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നായിരുന്നൊന്നും അറിയില്ല. ചെക്ക് ചെയ്ത് നോക്കാം. പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് താരം. ലൈക്ക് ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ് എല്ലാം. കുറച്ച് ബ്ലൂവും ഒരു പിങ്കും ഉണ്ടെന്നല്ലാതെ ബാക്കി എല്ലാം നമുക്ക് ദിവസവും ഇടാൻ പാകത്തിനുള്ള ഷെയ്ഡ്സാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ടെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈസിലി ബ്ലെൻഡബിളാണ്. ഒരു മെനക്കേടും ഇല്ലാതെ ബ്ലെൻഡാവും. പിന്നെ പിഗ്മെൻറ്റേഷൻ പക്ക. അതും എനിക്ക് രാവിലെ ഇട്ട രാത്രി വരെ അതേപോലെ തന്നെ ഇരിക്കും. ഒരു പ്രോബ്ലം ഉള്ളത് ഈ പാനിൽ കുറച്ച് കിക്ക് ബാക്ക് ഉണ്ട്. നമ്മൾ കുറച്ച് എടുക്കുമ്പോൾ കുറച്ച് പൊടിയായിട്ട് പാനിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളതൊന്ന് സൂക്ഷിക്കണം, അതേ ഉള്ളൂ. അതല്ലാതെ അടിപൊളി പാലറ്റ്, അടിപൊളി, ഒരു രക്ഷയില്ല. ഇതെൻ്റെ എൻ്റെ ഫേവറേറ്റ്. ഞാൻ ഈ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ എൻ്റെ കണ്ണ് കുറച്ച് കളർഫുൾ ആക്കണോ, അല്ലെങ്കിൽ കണ്ണിൽ കുറച്ച് എൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ മാറ്റി പെർഫെക്റ്റായിട്ട് തോന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാലറ്റായിരിക്കും ഉപയോഗിക്കുന്നത്. എൻ്റെ ഫേവറേറ്റാണ്. പക്ഷെ മറ്റൊരു പ്രോബ്ലം എനിക്ക് പറയാനുള്ളത്, ഇതിന് ഗ്ലിറ്റർ അല്ലെങ്കിൽ ഷൈനിങ് ഷെയ്ഡ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിന് ഫുൾ മാറ്റ് പാലറ്റാണ്. അപ്പോൾ ഈ കുറച്ച് ഷിമ്മർ, കുറച്ച് ഒരു
തിളക്കം കൊണ്ടുവരാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഇന്ത്യയിൽ കിട്ടും. പക്ഷേ ഇത് പുറത്ത് ഇത് ഭയങ്കര ചീപ്പ്, അതായത് ചീപ്പല്ല, അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ബ്രാൻഡാണ് കളർ പോപ്പ്. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. ഇതിൻ്റെ സൂപ്പർ ഷോക്ക് ഷാഡോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ പൊന്നോ, നമ്മൾ ഇത് എടുക്കുമ്പോൾ വിചാരിക്കും ഒന്നും കയ്യിൽ വന്നില്ല, കണ്ണിലിടുമ്പോൾ അയ്യോ ഒന്നും കണ്ണിൽ വന്നില്ല. പക്ഷേ ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഹൈലൈറ്ററിൻ്റെ അപ്പുറത്തായതുകൊണ്ട് ഞാനിവിടെ ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും ഈ ഷിമ്മർ കണ്ണിൽ കാണുന്നത്, വളരെ ലൈറ്റായിട്ട്. അപ്പം നമുക്ക് എന്നും ഓഫീസിൽ ഇട്ടിട്ട് പോവുകയും ചെയ്യാം, എന്നാൽ ഇത്ര അട്ടിക്കുന്ന പോലത്തെ ഷിമ്മറും അല്ല. ലൈക്ക് മൈൽഡായിട്ടുള്ള ഷിമ്മറാണ്. എനിക്ക് അതുകൊണ്ട് അത് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം എനിക്ക് രണ്ട് മൂന്നല്ല അതിൽ കൂടുതൽ മാറ്റ് പാലറ്റ്സ് ഉണ്ട്, അതായത് ഷിമ്മർ ഇല്ലാത്ത പാലറ്റ്സ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എപ്പോഴും ഇതിൻ്റെ കൂടെ പെയറാക്കുന്ന ഒരു കാര്യമാണ് ഈ സൂപ്പർ ഷോക്ക് ഷാഡോസ്. അതാണ് കളർ പോപ്പിൻ്റെ. ഇതിൽ വേറെ ഷെയ്ഡുണ്ട്, എല്ലാം വാങ്ങിക്കണമെന്നുണ്ട്, കാശില്ല. അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ ഇത് ഞാൻ മുമ്പൊരു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ പ്രിയപ്പെട്ട ഐലൈനർ ഏതാണെന്നുള്ള വൺ ഓഫ് ദ ഫേവറേറ്റ്. എനിക്ക് ജെറ്റ് ബ്ലാക്ക് ഐലൈനറിൻ്റെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഞാനത് തേടി പിടിച്ചാണ് മിക്കപ്പോഴും ഞാനത് ഒരു സ്വാച്ചിൽ എനിക്ക് മാക്സിമം പിഗ്മെൻറ്റേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാനത് മേടിക്കുന്നത്. അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ടു ഫേസ്ഡിൻ്റെ 36 hour ട്രാൻസ്ഫർ റെസിസ്റ്റൻറ്റ് ലൈനർ. ഇതാണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഇത് കഴിഞ്ഞ് അടുത്ത് ചെയ്ത വീഡിയോ. ഇതാണ് പെൻസില്. സോ ഇത് അഗെയിൻ പിഗ്മെൻറ്റേഷൻ അടിപൊളിയാണ്, ഒറ്റ വരയിൽ കാര്യം. ഇത് ഞാൻ അഗെയിൻ ലൈറ്റായിട്ടാണ് വരച്ചത്. കുറച്ച് പ്രഷർ കൊടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അഗെയിൻ സ്പെഷ്യൽ ഒക്കേഷനിൽ നല്ല മൂഡ് ആയിരിക്കുമ്പോൾ കണ്ണു കുറച്ച് കറുത്ത ലൈനർ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. അത് ഞാൻ എപ്പോഴും ഉപയോഗിക്കത്തില്ല, വേഗം തീർന്നു പോകത്തില്ല. അപ്പം അതാണിത്. അടുത്തത് അടുത്തത് നമുക്ക് ലിപ്സിൽ വരാം. എനിക്കൊന്നും എല്ലാം കവറായി. ഓക്കെ, ഐബ്രോസ് കളർ കറക്റ്റർ പ്രൈമർ. കളർ കറക്റ്റർ ഏതൊരു കാര്യം കൂടെ മിസ് ചെയ്തു, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. പിന്നെ ഇപ്പം നമുക്ക് ലിപ്സിലോട്ട് വരാം. ആദ്യം ലിപ്പ് ലൈനർ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ് എടുത്തേക്കുന്നത്. ഇതാണ് ആള്. അഗെയിൻ ഈ വില കുറഞ്ഞ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന ഒരു ന്യൂഡ് ഷെയ്ഡാണ്. എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ എനിക്കൊന്നും ബൾക്കായിട്ടാണ് തോന്നുന്നു മേടിച്ചത്. ഇങ്ങനെ പല ഷെയ്ഡിലുള്ള ലിപ്പ് ലൈനറുണ്ട്. അപ്പം ഇതാണ് ആ ഷെയ്ഡ്. അപ്പം ഞാൻ ന്യൂഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈനറാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് ജൂൺ മാസത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ലിപ്പ് ലൈനർ. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ ഒരു റിവ്യൂ പറഞ്ഞായിരുന്നു. ഇത് മേബിലിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് എന്നാണ്. നോ ലിക്വിഡ് ലിപ്സ്റ്റിക്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് പെർഫെക്റ്റ് ന്യൂഡ് ഷെയ്ഡാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഓക്സിഡൈസ് ആവും, കുറച്ചും കൂടെ ഡാർക്കായിട്ട് ഇടും. പെർഫെക്റ്റ് ഫോർ എൻ്റെ ലിപ്സിന് പെർഫെക്റ്റാണ്. എപ്പോഴൊക്കെ ഞാനിത് മുമ്പ് ഇട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്നോട് ചോദിക്കുന്നത് ഏത് ഷെയ്ഡാണ് ഉപയോഗിച്ചേക്കുന്നത് എന്ന്. കണ്ടാൽ പറയത്തില്ല ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവസാനമായിട്ട് നമ്മൾ ലിപ്പ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ്പ് ഓയിൽ, അത് ഏതാണ്? എനിക്ക് നിക്സിൻ്റെ ഫാറ്റ് ഓയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓയിൽ എനിക്കൊന്ന് ഇത് ബൾക്കായിട്ടൊരു ഇതിൽ കിട്ടിയത്. അപ്പം ഞാൻ അങ്ങനെ മേടിച്ച ഒരു ഷെയ്ഡാണ്,
4 ചേർത്ത് കിട്ടിയത്. അപ്പോൾ അതിൽ ഒരു ഫാറ്റ് ഓയിലാണ് ഞാൻ ഇത് ലിപ് ഗ്ലോസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാണിക്കാം. ഷെയ്ഡ് ഞാൻ കണ്ടോ, കുറച്ച് പ്ലംബി എഫക്റ്റ് തരും. എനിക്കിഷ്ടമായത്. എഗെയിൻ ഞാൻ എന്നും മാറി മാറി ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ്പ് ഓയിൽ ഞാൻ മാറി മാറി ഉപയോഗിക്കുന്നതിൽ മെയിനായിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നതുണ്ടോ, അതോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം എനിക്കറിയാനൊരു ആകാംക്ഷയുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏതാണ് അത്ര നല്ലതായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ആവണമെന്നുണ്ടെങ്കിൽ അതും ഇടാം, ഒരു വിരോധവും ഇല്ല. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.